റോയൽ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നറുക്കെടുപ്പിലൂടെ നേടൂ 5 ഭാഗ്യ ജോഡികൾക്ക് വിദേശയാത്ര, 10 ഭാഗ്യ ജോഡികൾക്ക് കുമരകം 5 സ്റ്റാർ റിസോർട്ടിൽ താമസം, 50 ഭാഗ്യശാലികൾക്ക് പട്ടുസാരികളും. റോയൽ സിൽക്സ്. നവതിയുടെ നിറവിൽ അക്ഷരശ്ലോക ആചാര്യൻ ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി വി രാമചന്ദ്ര അയ്യർ. മലയാളം, സംസ്കൃതം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തൂലമായ സംഭാവനകളാണ് രാമചന്ദ്ര അയ്യർ ഇക്കാലയളവിൽ നൽകിയത്. എത്തുവോളം വരെ വിപുലഭവപാതയോരത്തുകൂടി പാന്തൻ മുന്നോട്ടു പോയേ കഴിയൂ. കടൽ കുഴഞ്ഞൂഴിയിൽ വീഴുവോളം കാത്തിട്ടും കാര്യമില്ലീ വഴിയിലിനിയും. ആസന്നമാം സാന്ധ്യകാലത്തെത്താനില്ലാരുമീ യാത്രികനൊരു തുണയായി. ശ്ലോകങ്ങളിലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന അക്ഷരശ്ലോകം ആചാര്യൻ ചുനങ്ങാട് സുദർശനം വീട്ടിൽ വി രാമചന്ദ്ര അയ്യരാണ് 90 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്നത്. മലയാളം, സംസ്കൃതം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് റിട്ടയർഡ് മലയാള ഭാഷാധ്യാപകനായ രാമചന്ദ്ര അയ്യർ തന്റെ ജീവിതം കൊണ്ട് നൽകിയത്. 1934 കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ രാമപുരത്തായിരുന്നു രാമചന്ദ്ര അയ്യരുടെ ജനനം. രാമപുരത്തെ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാമചന്ദ്ര അയ്യർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് മലയാളം സാഹിത്യത്തിൽ ബിരുദം നേടിയത്. തുടർന്ന് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനൻ ഹൈസ്കൂളിൽ മലയാള ഭാഷാ അധ്യാപകനായി ജോലി ആരംഭിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ ശ്ലോകങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. സുഹൃത്തുക്കളും അതിന് കൂട്ടായി. ലോകത്തോടും കവിതയോടും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളുകളിൽ നടത്തുന്ന ശ്ലോക സദസ്സിലും മത്സരങ്ങളിലും പങ്കെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്മഥ സാറിൻ്റെ ശ്ലോകം കേട്ടിട്ട് അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചത്. BB ബുക്ക് ഡിപ്പോയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കാളിദാസൻ്റെ ശാകുന്തളം, മലയാള ശാകുന്തളം വരുത്തി അത് പഠിച്ചു. തുടർന്ന് കുമാരനാശാൻ്റെ കവിതകൾ പഠിച്ചു. പിന്നെ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ച് ശ്ലോകം ചൊല്ലുക എന്നുള്ളത് ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു, ഒരു ഹോബിയായിട്ട്. 1963 സർക്കാർ ജോലി കിട്ടി, PSC നിയമനം കിട്ടി. നിലമ്പൂർ മാനവേദന ഹൈസ്കൂളിൽ അധ്യാപകനായി. അവിടെ വെച്ചും എൻ്റെ കുട്ടികളെ ആദ്യം ശ്ലോകം പഠിപ്പിച്ചു. തുടർന്ന് അവിടെയുള്ള താല്പര്യമുള്ള ചില രക്ഷിതാക്കളെ കുട്ടികളെ ശ്ലോകം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ശ്ലോകം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായ ഒരു ചുമതലയായിട്ട് മാറി. 90 റിട്ടയറായിട്ട് ചുനങ്ങാട് വന്നു. ഇവിടെ അമൃതഭാരതി എന്നുള്ള അക്ഷര ശ്ലോക സമിതി സ്ഥാപിച്ചു. അതിൽ സംസ്കൃത പഠനം, അക്ഷരശ്ലോക പഠനം, കാവ്യകേളി പഠനം, പദ്യപാരായണ പഠനം ഇതൊക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിരുന്നു. ഇതൊന്നും ഇതുവരെയും യാതൊരു ഫീസും വാങ്ങിയിട്ടല്ല, തികച്ചും സൗജന്യമായിട്ടാണ്. കാരണം ഈ മാതാവിനെ ശുശ്രൂഷിക്കുന്നതിന് നമ്മൾ പ്രതിഫലം പറ്റാറില്ലല്ലോ. അതുപോലെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് വളർത്തിക്കൊണ്ടുവരിക, അടുത്ത തലമുറയിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. 1990 മാർച്ച് 31 അധ്യാപക ജോലി അവസാനിപ്പിച്ച് വള്ളുവനാടിന്റെ മണ്ണായ ഒറ്റപ്പാലത്തേക്ക് രാമചന്ദ്ര അയ്യർ എത്തി. വള്ളുവനാടിനോടുള്ള പ്രത്യേക സ്നേഹം തന്നെയാണ് ഇതിന് കാരണം. തുടർന്ന് അക്ഷരശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതിനായി അമൃതഭാരതി കേന്ദ്രം ആരംഭിച്ചു. 100-ലധികം വിദ്യാർത്ഥികളാണ് ഇതിനകം രാമചന്ദ്ര അയ്യരിൽ നിന്നും അക്ഷരശ്ലോകങ്ങൾ സംയുക്തമാക്കിയത്. കുട്ടികളുടെ കഴിവിനെ വളർത്തുക, അവർക്ക് ഇത് പഠിക്കാനുള്ള കഴിവ്, അത് നിലനിർത്താനുള്ള കഴിവ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ഉച്ചാരണശുദ്ധി ഉണ്ടാക്കുക, ഇതെല്ലാം. അങ്ങനെ ധാരാളം കുട്ടികൾ ഇപ്പോൾ അവരുടെ വീടുകളിൽ പോയാൽ ഷോക്കേസുകളിൽ നിറയെ ട്രോഫികൾ കാണാം, അക്ഷരശ്ലോകത്തിൻ്റെയും കാവ്യകലയുടെയും.
പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃഭാഷയാണ്. പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരുടെ കുട്ടികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അവർ മുതലാളിമാരാവും, പക്ഷേ മലയാളിമാരല്ലാതാവും. ആ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു നഷ്ടം നികത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഈ ശ്ലോക പഠനത്തിൽ കൂടി ലക്ഷ്യമാക്കുന്നുണ്ട്. കർമ്മഭൂമിയുടെ കണ്ണുനീർ, കേരള ദർശനം, ഭാവസ്ഥിരാണി ജ്ഞാനാന്തര സഹൃദാനി, നാരായണീയം തുടങ്ങിയ പുസ്തകങ്ങളും രാമചന്ദ്ര അയ്യരുടെ തൂലികയിൽ നിന്നും പിറന്നവയാണ്. 2021 അക്ഷരശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്ഷരശ്ലോകസാഗരം എന്ന പേരിൽ 5 പതിപ്പുകളിലായി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കുമാരനാശാൻ കാവ്യശ്രീ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളും രാമചന്ദ്ര അയ്യരെ തേടിയെത്തി. മക്കളും രാമചന്ദ്ര അയ്യരുടെ ശിഷ്യവൃന്ദങ്ങളും ഒറ്റപ്പാലത്ത് പ്രബുദ്ധ പൗരാവലിയും ചേർന്ന് രാമചന്ദ്ര അയ്യരുടെ നവതി വൻ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ്. നവംബർ 24 ഞായറാഴ്ച ചുനങ്ങാട് മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാമചന്ദ്ര അയ്യരുടെ നവതി ആഘോഷം നടക്കും. സമിതിയുടെ ആചാര്യനായ രാമചന്ദ്ര അയ്യരുടെ നവതി ആഘോഷമാണ് അടുത്ത ഞായറാഴ്ച 24-ാം തീയതി ഞായറാഴ്ച കൊട്ടേക്കാവിന് സമീപത്തുള്ള മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ശിഷ്യരും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന്, നാട്ടുകാരും ചേർന്ന് അതൊരു മഹാ ഉത്സവമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ഒരുക്കങ്ങളുള്ള തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ടൊരു 650 ആൾക്കാർ പങ്കെടുക്കുന്നതാണ് വിചാരിക്കുന്നത്. മിക്കവരും മാഷടമാരി ഒരു 60-ന് ശേഷം 80-നുള്ളിലുള്ള ആൾക്കാരായിരിക്കും. മാഷോടുള്ള താല്പര്യം കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. അപ്പോൾ മാഷയ്ക്ക് എത്രയും പ്രിയപ്പെട്ടൊരു അവസരമാണ്. അത് ഞങ്ങൾ ഏറ്റവും മാഷ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് അത് വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എൻ്റെ മേൽഗതിക്കുവാൻ പരിശ്രമിച്ച